നമസ്കാരം. പ്രോഗ്രാമിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. അമിതവണ്ണമുള്ളവരുടെ എണ്ണം പ്രായഭേദമന്യേ ഉയരുന്നതിൻ്റെ പ്രധാന കാരണം ജീവിതശൈലിയിലെ അനാരോഗ്യകരമായ മാറ്റങ്ങളാണ്. ദീർഘനേരം ഇരുന്നുള്ള ജോലിയും കൊഴുപ്പ് കൂടിയ ഫൈബർ തീരെയില്ലാത്ത ഭക്ഷണവും വളരെ ചെറിയ പ്രായത്തിൽ തന്നെ അമിതവണ്ണത്തിന് കാരണമാകുന്നു. അമിതവണ്ണം എത്രത്തോളം അനാരോഗ്യകരമാണ്, പ്രധാനമായും ഹൃദയാരോഗ്യത്തെ എങ്ങനെ ബാധിക്കുന്നു, ഹൃദയാഘാത സാധ്യത എത്രത്തോളമാണ് എന്നാണ് ഇന്ന് സംസാരിക്കുന്നത്. നമുക്കൊപ്പം തിരുവനന്തപുരം SK ആശുപത്രിയിലെ സീനിയർ കൺസൾട്ടൻറ്റും ഇൻ്റർവെൻഷണൽ കാർഡിയോളജിസ്റ്റുമായ ഡോക്ടർ അർഷാദ് M, തിരുവനന്തപുരം SUT ആശുപത്രിയിലെ സീനിയർ കൺസൾട്ടൻറ്റും ഇൻ്റർവെൻഷണൽ കാർഡിയോളജിസ്റ്റുമായ ഡോക്ടർ GK പ്രവീൺ, തിരുവനന്തപുരം SP മെഡിഫോർട്ട് ആശുപത്രിയിലെ സീനിയർ കൺസൾട്ടൻറ്റും ഇൻ്റർവെൻഷണൽ കാർഡിയോളജിസ്റ്റുമായ ഡോക്ടർ പ്രവീൺ GL എന്നിവരാണ്. എല്ലാ ഡോക്ടർമാർക്കും പ്രോഗ്രാമിലേക്ക് സ്വാഗതം. ഡോക്ടർ അർഷാദ്, വണ്ണമുള്ളൊരു വ്യക്തി, അയാൾ ഒബേസ് ആണ്, അത് അമിതവണ്ണമാണ് എന്ന് നിർണ്ണയിക്കുന്ന ഘടകങ്ങൾ എന്തെല്ലാമാണ്? ഒബിസിറ്റി എന്ന് പറയുന്നത് ശരീരത്തിനകത്ത് അല്ലെങ്കിൽ ശരീരത്തിന് പുറത്തായിട്ട് അമിതമായിട്ടുള്ള കൊഴുപ്പ് അടിഞ്ഞുകൂടുന്ന അവസ്ഥയാണ് ഒബിസിറ്റി എന്ന് പറയുന്നത്, അഥവാ പൊണ്ണത്തടി എന്ന് മലയാളത്തിൽ പറയും. അപ്പോൾ ഈ ഒബിസിറ്റി ഇപ്പോൾ ലോകാകമാനം നോക്കുകയാണെങ്കിൽ ഒരു എപ്പിഡമിക് പോലെ, ഒരു പകർച്ചവ്യാധി പോലെ പടർന്നുകൊണ്ടിരിക്കുകയാണ്. പല പഠനങ്ങളും പറയുന്നത് ഒബിസിറ്റിയുടെ ഇൻസിഡൻസ് എന്ന് പറയുന്നത് 20 to 30%, അതായത് 20 മുതൽ 30% വരെ ഒബീസാണ് ലോകത്തിലുള്ള പോപ്പുലേഷൻ എന്നാണ്. നമ്മുടെ ഇങ്ങോട്ടുള്ള ഒരു സൗത്ത് ഏഷ്യൻ കൺട്രീസിൽ, പ്രത്യേകിച്ച് കേരളത്തിൽ ഒബിസിറ്റിയുടെ ഇൻസിഡൻസ് ഇതിലും വളരെ കൂടുതലായിരിക്കാം. പ്രത്യേകിച്ച് പല പഠനങ്ങളിലും ഈ 30% വരെയുള്ള ആളുകൾക്ക് ഒബിസിറ്റി ഉണ്ട് എന്നുള്ളതാണ് പഠനങ്ങൾ സൂചിപ്പിക്കുന്നത്. ഈ ഒബിസിറ്റി നമ്മുടെ ആരോഗ്യത്തെ വളരെ മോശമായിട്ടാണ് ബാധിക്കുന്നത്. പ്രത്യേകിച്ച് പല ലൈഫ് സ്റ്റൈൽ ഡിസീസ് എന്ന് നമ്മൾ പറയുന്ന പ്രമേഹ രോഗം, രക്താതിസമ്മർദ്ദം, ഡിസ്ലിപ്പിഡിമിയ അഥവാ കൊളസ്ട്രോളിലുള്ള ഏറ്റക്കുറച്ചിലുകൾ, ആൻഡ് നാഷ് അഥവാ നോൺ ആൽക്കോളിക് സ്റ്റേറ്റോ ഹെപ്പറ്റൈറ്റിസ് അഥവാ ലിവറിനെ ബാധിക്കുന്ന, ആൽക്കഹോൾ അല്ലാതെയുള്ള ലിവറിനെ ബാധിക്കുന്ന അസുഖങ്ങൾ, ഇവയെല്ലാം ഒബിസിറ്റി ഉള്ള ആളുകളിൽ കൂടുതലായിട്ടാണ് കണ്ടുവരുന്നത്. വളരെ മടങ്ങുകളായിട്ടാണ്, വളരെ കൂടുതൽ മടങ്ങിലാണ് ഇത് കണ്ടുവരുന്നത്. ഇനി ഇതെങ്ങനെയാണ് നമ്മൾ ഈ ഒബിസിറ്റി നമുക്കുണ്ടോ എന്നുള്ളത് നമ്മൾ കണ്ടുപിടിക്കുന്നത്? 2 മെത്തേഡുകളാണ് ഉള്ളത്. ഒന്ന് ബോഡി മാസ് ഇൻഡെക്സ് എന്ന് പറയും. അപ്പോൾ ഈ ബോഡി മാസ് ഇൻഡെക്സ് എന്ന് പറയുന്നത് നമ്മുടെ ഒരു കാൽക്കുലേഷനാണ്. വെയ്റ്റ് ഡിവൈഡഡ് ബൈ ഹൈറ്റ് ഇൻ മീറ്റർ സ്ക്വയർ, അതായത് വെയ്റ്റ് ഇൻ കിലോഗ്രാം. നമ്മുടെ വെയ്റ്റ് എടുക്കുക, അത് കഴിഞ്ഞ് നമ്മുടെ ഹൈറ്റ് നോക്കുക, അതിനെ സ്ക്വയർ ചെയ്യുക. അത് ഹൈറ്റ് സ്ക്വയറിനെ നമ്മൾ വെയ്റ്റ് ഡിവൈഡഡ് ബൈ ഹൈറ്റ് സ്ക്വയർ ചെയ്ത് നോക്കുമ്പോൾ നമ്മുടെ ബോഡി മാസ് ഇൻഡെക്സ് കിട്ടും. ഫോർ എക്സാമ്പിൾ, നമ്മളിപ്പോൾ ഒരു 100 കിലോഗ്രാം ബോഡി വെയ്റ്റ് ഉള്ള ഒരാളാണെന്ന് കരുതുക. അയാളുടെ ഹൈറ്റ് വളരെ നല്ല ഹൈറ്റ് ഉണ്ട്, ഒരു 2 മീറ്റർ ആണെന്ന് കരുതുക. സ്ക്വയർ ചെയ്യുമ്പോൾ അത് 4 മീറ്റർ സ്ക്വയർ ആയിട്ട് മാറുകയും അപ്പോൾ 100/4 മീറ്റർ സ്ക്വയർ വരുമ്പോൾ 25 ആണ് അയാളുടെ ബോഡി മാസ് ഇൻഡെക്സ്. ദാറ്റ് ഈസ് അക്സെപ്റ്റബിൾ. പക്ഷേ ഇതേ വെയ്റ്റ് ഉള്ള ഒരു 100 കിലോഗ്രാം വെയ്റ്റ് ഉള്ള ഒരാൾക്ക് 1.5 മീറ്ററേ ഹൈറ്റ് ഉണ്ടോ എന്ന് വിചാരിക്കുക. അപ്പോൾ 100 ഡിവൈഡഡ് ബൈ 2.25 വരുമ്പോൾ ബോഡി മാസ് ഇൻഡെക്സ് എന്ന് പറയുന്ന 44ഉം അമിതമായ പൊണ്ണത്തടിയിലോട്ട് എത്തിച്ചേരുകയും ചെയ്യും. അപ്പോൾ ഹൈറ്റ് സെൻറ്റിമീറ്ററിലൊന്ന് മെഷർ ചെയ്യുക, ഹൈറ്റിൻ്റെ സ്ക്വയർ എടുക്കുക, വെയ്റ്റിൽ നിന്ന് ഹൈറ്റ് ബൈ സ്ക്വയറിനെ ഡിവൈഡ് ചെയ്ത് ബോഡി മാസ് ഇൻഡെക്സ് അവരവരുടേതായിട്ട് കണ്ടുപിടിക്കാം. അപ്പോൾ 25-ന് മുകളിലുള്ള ബോഡി മാസ് ഇൻഡെക്സ് ഉണ്ടെങ്കിൽ നമുക്ക് ഒബീസായിട്ടും, മോർ ദാൻ 30 ആണെങ്കിൽ ഒബിസിറ്റി അഥവാ പൊണ്ണത്തടിയായിട്ടും കൺസിഡർ ചെയ്യുന്നു. പക്ഷേ നമ്മുടെ ഏഷ്യൻ പോപ്പുലേഷനിൽ ഇതിൻ്റെ കട്ട് ഓഫ് WHO തന്നെ മാറ്റിയിട്ടുണ്ട്. 23 to 25 ആണെന്നുണ്ടെങ്കിൽ അത് അമിതവണ്ണമായിട്ടും, അതായത് ഓവർ വെയ്റ്റ് ആയിട്ടും, 25-ന് മുകളിലാണ് BMI കിട്ടുന്നുണ്ടെങ്കിൽ നമ്മളെല്ലാം ഒബീസായിട്ട് മാറുകയാണ്. അത് ഈ ലോകത്തുള്ള ആളുകൾക്ക് ട്രങ്കൽ ഒബിസിറ്റി അഥവാ അബ്ഡോമിനൽ ഒബിസിറ്റി കൂടുതലാവുകയും ഈ ട്രങ്കൽ ഒബിസിറ്റി കാരണം നമുക്ക് പല അസുഖങ്ങളും കൂടുതലായിട്ട് കണ്ടുവരികയും ചെയ്യുന്നത് കൊണ്ട് തന്നെയാണ്. ട്രങ്കൽ ഒബിസിറ്റി വെച്ച് നമുക്ക് വീണ്ടും ഒരു വേസ്റ്റ് മെഷർമെൻറ്റ് ചെയ്ത് രണ്ടാമത് നമുക്ക് ട്രങ്കൽ ഒബിസിറ്റി ഉണ്ടോ എന്നുള്ളത് അറിയാൻ പറ്റും. വേസ്റ്റ് എന്ന് പറയുന്നത് നമുക്ക് ഹിപ്പിൽ നിന്നും ഈ വാരിയലിൻ്റെ താഴോട്ടുള്ള ഏറ്റവും നാരോസ്റ്റ് പോർഷനാണ് വേസ്റ്റ് എന്ന് പറയുന്നത്. നമുക്ക് പാൻസ് ഒക്കെ തപ്പിക്കാൻ ഉപയോഗിക്കുമ്പോൾ വേസ്റ്റ് മെഷർ ചെയ്യുമല്ലോ. അപ്പോൾ ആ ഏരിയയിൽ 90 സെൻറ്റിമീറ്ററിന് കൂടുതലായിട്ടാണ് കാണുന്നതെങ്കിൽ മെയിൽസിൽ അത് ഒബിസിറ്റി എന്നും, 80 സെൻറ്റിമീറ്ററിന് കൂടുതലായിട്ടാണ് നമ്മുടെ വേസ്റ്റ് സർക്കംഫറൻസ് ഇൻ ഫീമെയിൽസ് കാണുകയാണെന്നുണ്ടെങ്കിൽ അത് ഒബിസിറ്റി ആയിട്ടും കണക്കാക്കപ്പെടാവുന്നതാണ്. അപ്പോൾ ഈ 2 ടെസ്റ്റിലൂടെ, ബോഡി മാസ് ഇൻഡെക്സിലൂടെ വേസ്റ്റ് സർക്കംഫറൻസ് നമുക്ക് സിമ്പിളായിട്ട് വീട്ടിൽ തന്നെ ചെയ്ത് നോക്കാവുന്ന കാര്യങ്ങളാണ്. ഇതിലൂടെ നമുക്ക് അറിയാൻ പറ്റും നമുക്ക് ഒബിസിറ്റി ഉണ്ടോ ഇല്ല എന്നുള്ളത്. വ്യക്തമാണ് ഡോക്ടർ പ്രവീൺ GL സർ, നമ്മളിപ്പോൾ ഒബേസിറ്റി കണ്ടെത്തുന്നതിനെ കുറിച്ച് സംസാരിച്ചു. ഒബേസിറ്റിയിലേക്ക് നയിക്കുന്ന കാരണങ്ങളെക്കുറിച്ച് നമുക്കറിയാം. നമ്മുടെ ജീവിതശൈലിയുമായിട്ടും നമ്മുടെ ഭക്ഷണമായിട്ടും നമുക്ക് വ്യായാമമില്ലായ്മയൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടിട്ടാണ് ഒബേസിറ്റി വരിക എന്നുള്ളത്. അപ്പോൾ ഒബേസിറ്റിയിലേക്ക് നയിക്കുന്ന കാരണങ്ങളെക്കുറിച്ചൊന്ന് വിശദമാക്കാം. ഒബേസിറ്റി അഥവാ അമിതവണ്ണത്തിലേക്ക് നയിക്കുന്ന കാരണങ്ങളെ പ്രധാനമായിട്ടും നമുക്ക് 2 ആയിട്ട് തിരിക്കാം. ഒന്ന്, നമുക്ക് മോഡിഫൈ ചെയ്യാൻ പറ്റുന്ന കാരണങ്ങൾ, അതായത് മോഡിഫയബിൾ കോസസ്. രണ്ടാമത്തത് മോഡിഫൈ ചെയ്യാൻ പറ്റാത്ത കോസസ്. ഈ മോഡിഫൈ ചെയ്യാൻ പറ്റുന്ന കോസസിൽ ഏറ്റവും പ്രധാനപ്പെട്ടതും ഏറ്റവും കോമൺ ആയിട്ടും ഒബേസിറ്റി ഉണ്ടാക്കുന്നതുമായത് ലാക്ക് ഓഫ് ഫിസിക്കൽ ആക്ടിവിറ്റിയാണ്. അതായത് നമ്മുടെ ശാരീരികമായ അധ്വാനത്തിൻ്റെ കുറവ്. നമുക്കറിയാം, സയൻസും ടെക്നോളജിയും എല്ലാം വളരെയധികം വികസിച്ചു.
നമുക്കിന്ന് ശാരീരികമായ അധ്വാനം ആവശ്യമുള്ള ജോലിയുടെ അളവ് വളരെ കുറവാണ്. അപ്പോൾ ഓരോ ദിവസവും നമുക്ക് ഈ സെഡൻറ്ററി ലൈഫ് സ്റ്റൈലിൻ്റെ കാഠിന്യം കൂടിക്കൊണ്ടിരിക്കുകയാണ്. നമുക്ക് ഈ ലോകാരോഗ്യ സംഘടനയുടെ നിർദ്ദേശം അനുസരിച്ച് ഒരു വ്യക്തിക്ക് മിനിമം ആവശ്യമായ വ്യായാമം എന്നത് ഒരു ദിവസം 30 മിനിറ്റാണ്. അതുപോലെ തന്നെ കുട്ടികൾക്കാണെങ്കിൽ അത് ഒരു ദിവസം 60 മിനിറ്റ്, അതായത് 1 മണിക്കൂർ വ്യായാമം ആവശ്യമാണ്. ഇതിൻ്റെ കുറവ് തന്നെയാണ് ഒബേസിറ്റി ഉണ്ടാക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാരണം. അടുത്തതായി ഒബേസിറ്റി ഉണ്ടാക്കുന്ന ഒരു കാരണം എന്നത് ഫുഡ് ഹാബിറ്റ്സിൽ വന്ന ചേഞ്ചസ് ആണ്. അതായത് ജങ്ക് ഫുഡ്സിൻ്റെയും പ്രോസസ്ഡ് ഫുഡ്സിൻ്റെയും അതുപോലെ തന്നെ റെഡ് മീറ്റിൻ്റെയൊക്കെ അമിതമായ ഉപയോഗം, അത് കാരണം നമ്മുടെ ശരീരത്തിലെ സാച്ചുറേറ്റഡ് ഫാറ്റിൻ്റെ അളവ് വളരെയധികം കൂടുകയും അത് ഒബേസിറ്റിയിലേക്ക് നയിക്കുകയും ചെയ്യുന്നു. നമുക്ക് ആവശ്യമായ എനർജി അഥവാ കാലറി റിക്വയർമെൻറ്റ് നമ്മൾ നിർണ്ണയിക്കുന്നത് ഒരാളുടെ പ്രായം, അതുപോലെ തന്നെ അയാളുടെ ജെൻഡർ, അതുപോലെ തന്നെ അയാൾ ചെയ്യുന്ന ഫിസിക്കൽ ആക്ടിവിറ്റി എന്നിവയനുസരിച്ചാണ്. അപ്പോൾ ഇതെല്ലാം അനുസരിച്ച് ഓരോ വ്യക്തിക്കും ഒരു കൃത്യമായ എനർജി റിക്വയർമെൻ്റ് ഉണ്ട്. അതിൽ കൂടുതലായിട്ടുള്ള ഫുഡ് നമ്മൾ കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ അമിതമായി നമ്മൾ കഴിക്കുന്ന കാലറി എല്ലാം ഫാറ്റായിട്ട് കൺവേർട്ട് ചെയ്ത് നമ്മുടെ ശരീരത്തിൽ സ്റ്റോർ ചെയ്യുകയും അത് ഒബേസിറ്റി ഉണ്ടാക്കുകയും ചെയ്യുന്നു. അതുപോലെ തന്നെ ഒബേസിറ്റി ഉണ്ടാകുന്ന മറ്റൊരു പ്രധാന കാരണമാണ് ഉറക്കക്കുറവ് എന്നത്. അതായത് നമുക്കറിയാം, ഒരു വ്യക്തിക്ക് ശരാശരി ഒരു 6 മുതൽ 7 മണിക്കൂറുള്ള ഉറക്കം അത്യാവശ്യമാണ്. ഈ ഉറക്കം കുറയുന്നത് കാരണം സ്ഥിരമായ ഉറക്കക്കുറവ് നമ്മുടെ ശരീരത്തിലെ ചില ഹോർമോൺസിൻ്റെ വ്യതിയാനം ഉണ്ടാക്കുകയും അത് കാരണം ഓവർ ഈറ്റിംഗ്, അതായത് അമിതമായ ഭക്ഷണം എടുക്കുന്ന ശീലത്തിലേക്കും അത് കാരണം ഒബേസിറ്റിയും ഉണ്ടാക്കുന്നു. ഒബേസിറ്റി ഉണ്ടാക്കുന്ന മറ്റൊരു കാരണമാണ് സ്ട്രെസ് അഥവാ മാനസിക സമ്മർദ്ദം എന്നത്. നമുക്കറിയാം, ഇന്ന് വളരെയധികം കോമൺ ആയിട്ട് കാണുന്നൊരു അവസ്ഥയാണ് ഈ മാനസിക സമ്മർദ്ദം. സ്ട്രെസ് കൂടുമ്പോൾ അതും നമ്മുടെ ഹോർമോൺസിൻ്റെ സന്തുലിതാവസ്ഥയെ ദോഷകരമായി ബാധിക്കുകയും അത് നമ്മുടെ ശരീരത്തിൽ കോർട്ടിസോൾ പോലുള്ള ഹോർമോൺസിൻ്റെ അളവ് കൂട്ടുകയും അത് കാരണം ശരീരത്തിൽ അമിതമായി കൊഴുപ്പടിഞ്ഞു കൂടാനും അത് പല ഭാഗങ്ങളിൽ ഡെപ്പോസിറ്റ് ചെയ്ത് ഒബേസിറ്റി ഉണ്ടാക്കുകയും ചെയ്യുന്നു. പിന്നെ ഒബേസിറ്റി ഉണ്ടാക്കുന്ന മറ്റു കാരണങ്ങളാണ് മറ്റ് അസുഖങ്ങളായ ഹൈപ്പോതൈറോയിഡിസം, PCOD അഥവാ പോളിസിസ്റ്റിക് ഓവറിയൻ ഡിസീസ്, അതുപോലെ തന്നെ മെറ്റബോളിക് സിൻഡ്രോം എന്നിവയും അമിതവണ്ണത്തിലേക്ക് നയിക്കാം. ജെനറ്റിക്സും ഒരു പ്രധാന കാരണമാണ്. അതായത് ഒരു പാരമ്പര്യമായി ഒരു അമിതവണ്ണമുള്ള ഒരു വ്യക്തിയാണെങ്കിൽ അയാൾക്ക് അമിതവണ്ണം ഉണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഹൃദയാരോഗ്യവുമായി ബന്ധപ്പെട്ട് നമുക്ക് അമിതവണ്ണം മൂലമുണ്ടാകുന്ന ഹൃദ്രോഗ സാധ്യതകൾ എങ്ങനെയാണ് വിശദീകരിക്കുക? എങ്ങനെയാണ് അമിതവണ്ണം ഹൃദയത്തെ ബാധിക്കുന്നത്? അത് ഒരു പ്രത്യേക രീതിയിൽ മാത്രമല്ല, പല ആക്ഷൻ മൾട്ടി പ്രോങ്ഡ് അറ്റാക്കാണ് നമ്മുടെ ഹൃദയത്തിലേക്ക് അല്ലെങ്കിൽ രക്തക്കുഴലിലെയും ഈ ഒബീസിറ്റി ബാധിക്കുന്നത്. ഒന്നാമതായി ഈ ഒബീസിറ്റി ഉള്ളവർക്ക് പലപ്പോഴും അതിനനുബന്ധിച്ച് നേരത്തെ പറഞ്ഞ പോലെ പ്രമേഹം, രക്തസമ്മർദ്ദം മുതലായ അസുഖങ്ങളുണ്ടാവാം. അതുപോലെ ഹൈ കൊളസ്ട്രോൾ ചിലവർ കാണാം. പിന്നെ ഈ അമിതവണ്ണമുള്ള വ്യക്തികൾ മിക്കവരും ഫിസിക്കൽ ആക്ടിവിറ്റി അല്ലെങ്കിൽ വ്യായാമം ചെയ്യാത്തവരായിരിക്കും. അപ്പോൾ ഈ എല്ലാ റിസ്ക് ഫാക്ടേഴ്സും കൂടി ചേർന്ന് അവരുടെ രക്തക്കുഴലിൽ കൊഴുപ്പടിയാനും ഹൃദയാഘാതം ഉണ്ടാകാനുള്ള സാധ്യതകൾ വർദ്ധിപ്പിക്കുന്നു. അതുപോലെ തന്നെ നമുക്കറിയാം, നമ്മുടെ ഹാർട്ട് എന്ന് പറഞ്ഞാൽ ഒരു പമ്പാണ്. ഈ നമ്മുടെ ശരീരത്തിൻ്റെ ആവശ്യത്തിനനുസരിച്ചുള്ള രക്തം പമ്പ് ചെയ്യാനാണ് ഹൃദയത്തിൻ്റെ ധർമ്മം. അപ്പോൾ ഈ ശരീരത്തിൻ്റെ വലിപ്പം കൂടുന്ന അല്ലെങ്കിൽ വെയിറ്റ് കൂടുന്നതനുസരിച്ച് ഹാർട്ടിനുള്ള വർക്ക് ലോഡ് കൂടുകയും ഹാർട്ട് അമിത ജോലി ചെയ്ത് ഹാർട്ടിന് തളർച്ച ഉണ്ടാകാനുള്ള സാധ്യതയും ഉണ്ട്. ഈ അമിതവണ്ണം വരുമ്പോൾ ശരീരത്തിൽ ഇൻസുലിൻ്റെ അളവ് കൂടുകയും ആ ഇൻസുലിൻ റെസിസ്റ്റൻസ് ഉണ്ടാവുകയും അതുമൂലം ഈ കാർഡിയാക് അസുഖങ്ങൾ, ഹാർട്ട് ഫെയിലിയറും ഹൃദയാഘാതം ഇതെല്ലാം ഉണ്ടാകാനുള്ള സാധ്യത വളരെ അധികമാണ്. പിന്നെ ഈ അമിതവണ്ണമുള്ള വ്യക്തികളിൽ നേരത്തെ ആരോ സൂചിപ്പിച്ച പോലെ ശ്വാസതടസ്സം, ഒബ്സ്ട്രക്റ്റീവ് സ്ലീപ്പ് ആപ്നിയ ഇതുപോലത്തെ അസുഖങ്ങൾ ഉണ്ടാവുകയും ഈ ശ്വാസതടസ്സം ഉണ്ടാകുന്ന സമയത്ത് ശരീരത്തിൻ്റെ തോത് വളരെയധികം ഉയർന്നു നിൽക്കുകയും ഈ അഡ്രിനാലിൻ എല്ലാം വളരെ ഹൈ ലെവലിൽ നിൽക്കുകയും അതുമൂലം ബ്ലഡ് പ്രഷർ കൂടുകയും ഈ ഓക്സിജൻ്റെ അളവ് കുറയുന്നത് കൊണ്ട് തലച്ചോറിനും അതേപോലെ ഹൃദയത്തിനും പതിയെ ഡാമേജ് ഉണ്ടാവുകയും ഈവൻ സഡൻ കാർഡിയാക് അറസ്റ്റ്, ഹൃദയസ്തംഭനം വരെ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ഡോക്ടർ അർഷാദ്, പലപ്പോഴും ആളുകൾ ഹൃദ്രോഗ സാധ്യത നേരത്തെ തിരിച്ചറിയാൻ വൈകുന്നു. നമുക്കറിയാം, ഭൂരിഭാഗം ഹൃദ്രോഗങ്ങളും തടയാവുന്നതാണ്, നേരത്തെ കണ്ടെത്തി കഴിഞ്ഞാൽ പരിഹരിക്കാവുന്ന പ്രശ്നങ്ങളാണ്. പലപ്പോഴും ആളുകൾ ഹൃദയാഘാതം പോലെ ഒരു ക്രിട്ടിക്കൽ അവസ്ഥയിൽ ആശുപത്രിയിൽ എത്തുമ്പോൾ മാത്രമാണ് തങ്ങൾക്ക് അത്തരത്തിലുള്ളൊരു ഹൃദയാഘാതത്തിലേക്ക് നയിക്കാവുന്ന കാരണങ്ങൾ ഉണ്ടായിരുന്നു എന്ന് തിരിച്ചറിയുന്നത് പോലും. ഡോക്ടറെ, എന്തുകൊണ്ടാണ് ആളുകൾ തിരിച്ചറിയാൻ വൈകുന്നത്? എങ്ങനെയാണ് ഹൃദ്രോഗങ്ങളെ നേരത്തെ തിരിച്ചറിയേണ്ടത്?
നമ്മളെപ്പോഴും നമുക്കൊന്ന് സംഭവിക്കാതെ നമുക്കൊരു ആക്സിഡൻറ്റ് സംഭവിക്കുന്നവരെ നമുക്ക് റോഡ് സേഫ് ആയിട്ട് തോന്നും. അതുപോലെ തന്നെയാണ് അറ്റാക്ക് ഹാർട്ട് അറ്റാക്ക് അല്ലെങ്കിൽ ഹൃദയാഘാതം എന്ന് പറയുന്നത് ഒരു ആക്സിഡൻറ്റ് തന്നെയാണ്. പക്ഷേ ഇതെനിക്ക് വരത്തില്ല എന്നുള്ള ഒരു ബോധ്യത്തിൽ അവർ ജീവിച്ചു പോവുകയായിരുന്നു. ചിലപ്പോൾ മാസങ്ങളായിരിക്കാം, വർഷങ്ങളായിരിക്കാം. അപ്പോൾ എല്ലാവരും അങ്ങനെയാണെന്നല്ല പറയുന്നത്. നിർഭാഗ്യവശാൽ വളരെ ഹെൽത്തി ആയിട്ട് ജീവിച്ചു പോകുന്ന ആളുകളിലും ഹൃദയാഘാതം വന്ന് നമ്മൾ കാണാറുണ്ട്. പക്ഷേ പല വാണിങ്ങൾ കിട്ടിയാലും അല്ലെങ്കിൽ നമുക്ക് നമ്മുടെ ഒരു സ്കോർ അല്ലെങ്കിൽ റിസ്ക് സ്കോർ ഹൈ ആണെന്ന് ഉറപ്പിച്ചിട്ടും അതിന് വളരെ ശ്രദ്ധ കൊടുക്കാതെ നടക്കുന്ന ആൾക്കാർ നമുക്കെല്ലാം ഉണ്ട്. നമ്മളെല്ലാം അങ്ങനെയുള്ളൊരു ഹാബിച്വലായിട്ട് നമ്മളെല്ലാം അങ്ങനെ ചെയ്യുന്ന ആൾക്കാരാണ്. ഹൃദയാഘാതം വരുന്നതിന് ഡെഫിനറ്റ്ലി നല്ല റിസ്ക് ഫാക്ടേഴ്സുകളുണ്ട്. അപ്പോൾ എല്ലാവർക്കും, എല്ലാ ആളുകൾക്കും ഒരു റിസ്ക് ഫാക്ടർ ഉണ്ട്. ഇപ്പം ഇവിടെ ഇരിക്കുന്ന നമ്മൾ 3 പേരും ഏകദേശം 40 ഇയേഴ്സിനോട് കഴിഞ്ഞവരാണ്. അപ്പോൾ അങ്ങനെ വരുമ്പോഴേക്കും നമ്മളെല്ലാം ഇൻ്റർമീഡിയറ്റ് റിസ്ക് എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പിലോട്ട് നമ്മൾ അറിയാതെ തന്നെ കടന്നു പോവുകയാണ്. ഇൻ്റർമീഡിയറ്റ് റിസ്ക് ഗ്രൂപ്പ് എന്ന് പറയുന്നത് ഹൃദയാഘാതം വരാനുള്ള ഇടത്തരം സാധ്യതകളുള്ള ആളുകളാണ്. അപ്പോൾ ഇവരിൽ ഏകദേശം ഒരു അടുത്ത 10 വർഷത്തിനുള്ളിൽ നമുക്ക് ഹൃദയാഘാതം വരുന്നതിനുള്ള സാധ്യത 10% അതിന് മുകളിലോ ആണ്. അപ്പോൾ 1% മുകളിലെങ്കിലും സാധ്യതകളുണ്ട്. പിന്നീട് അത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് പ്രമേഹ രോഗമുണ്ടോ, നമുക്ക് രക്താതിസമ്മർദ്ദം ഉണ്ടോ, നമ്മുടെ കൊളസ്ട്രോളിലുള്ള ഏറ്റക്കുറച്ചിലുകളുണ്ടോ, നമ്മുടെ ഫാമിലി ഹിസ്റ്ററിയിൽ ഹാർട്ട് ഡിസീസ് ഉണ്ടോ, നമ്മളൊരു സ്മോക്കറാണോ അല്ലയോ, നമ്മളൊരു മെയിലാണോ ഫീമെയിലാണോ, ഇങ്ങനെയുള്ള പല ഫാക്ടറുകൾ അനുസരിച്ച് നമുക്ക് നമ്മുടെ റിസ്ക് നമുക്ക് അസസ് ചെയ്യാവുന്നതാണ്. ഡയബറ്റിക് ആണോ, ഹൈപ്പർടെൻസീവ് ആണോ, അങ്ങനെയുള്ള കൊളസ്ട്രോളിൻ്റെ വാല്യൂ എത്രയാണ്, ഇതെല്ലാം ഇടുമ്പോൾ തന്നെ നമുക്ക് അടുത്ത 10 വർഷത്തേക്ക് നമുക്ക് ഹാർട്ടിൻ്റെ ഡിസീസ് വരാനുള്ള സാധ്യതകൾ നമുക്ക് അറിയാവുന്നതാണ്. അപ്പം ഞാൻ ഈ പറഞ്ഞതുപോലെ ഏജ് എന്ന് പറയുന്നത് ഒരു റിസ്ക് ഫാക്ടർ തന്നെയാണ്. ഓരോരുത്തരും നമ്മുടെ ഹൃദയാഘാത സാധ്യതയെക്കുറിച്ച് അറിഞ്ഞിരിക്കുക, അതായത് ഹൃദയാഘാതം വന്നിട്ടല്ല, ഹൃദയാഘാതം വരുന്നതിന് മുമ്പ് തന്നെ ഹൃദയാഘാത സാധ്യതയെക്കുറിച്ച് അറിഞ്ഞിരിക്കുകയും അവരുടെ സ്കോർ അറിഞ്ഞിരിക്കുകയും അതിനനുസരിച്ചിട്ടുള്ള പ്രിവെൻറ്റീവ് മെഷേഴ്സ് ഏറ്റെടുക്കുകയും ചെയ്യണം. ഡയബറ്റീസ് ഉള്ള ആളുകൾ ഉറപ്പായിട്ടും ഷുഗറിനെ കൺട്രോൾ ലെവലിൽ കൊണ്ടുവരണം. ബ്ലഡ് പ്രഷർ നമ്മളതിന് അല്ലെങ്കിൽ രക്താതിസമ്മർദ്ദം നമ്മളതിനെ വളരെ നിസ്സാരവൽക്കരിച്ച് കാണാറുണ്ട്. എനിക്ക് തലകറക്കം ഇല്ലല്ലോ, അല്ലെങ്കിൽ എനിക്ക് വേറെ ബുദ്ധിമുട്ടൊന്നും തോന്നുന്നില്ല, ഞാൻ ഇതുവരെ തലകറങ്ങി വീണില്ല എന്ന് പറഞ്ഞ് ബ്ലഡ് പ്രഷർ 180ഉം 110ഉമായിട്ട് നടക്കുന്ന പല വിദ്വാൻമാരും ഈ സമൂഹത്തിലുണ്ട്. 140-90 എന്ന് പറയുന്ന ബ്ലഡ് പ്രഷർ കഴിയുമ്പോൾ തന്നെ നമ്മുടെ റിസ്ക് റോക്കറ്റ് വേഗത്തിലാണ് മുകളിലോട്ട് പോകുന്നത്. ബ്ലഡ് പ്രഷറിനെ നോർമലായിട്ട് കീപ്പ് ചെയ്യുക, അതിൽ ഒരു ഉപേക്ഷയും വിചാരിക്കരുത്. പല പ്രാവശ്യവും ഹൈപ്പർ ടെൻഷൻ നമ്മൾ വളരെ ഒരു അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്താണ് കാണുന്നത്. അപ്പോൾ ഒരു 160-100 BP ആയിട്ട് 5 വർഷമായിട്ട് ജീവിച്ചു പോകുന്ന ആൾക്കാരൊക്കെ പിന്നീട് ഹൃദയാഘാതവും മറ്റുമായിട്ട് തിരിച്ചു വരുന്ന കാണാറുണ്ട്. ഇതെല്ലാം ലൈഫ് സ്റ്റൈൽ ഡിസീസസ് ആയതുകൊണ്ട് ഒരു 40 വയസ്സൊക്കെ കഴിയുമ്പോൾ അല്ലെങ്കിൽ 35 വയസ്സ് കഴിയുമ്പോൾ പീരിയോഡിക്കായിട്ട് 6 മാസത്തിലോ 1 വർഷത്തിലോ ഒരിക്കലും ബ്ലഡ് പ്രഷർ ചെക്ക് ചെയ്തിരിക്കണം, ഷുഗർ ചെക്ക് ചെയ്തിരിക്കണം, കൊളസ്ട്രോളിൻ്റെ ഏറ്റക്കുറച്ചിലുകൾ ചെക്ക് ചെയ്തിരിക്കണം, അതിൻ്റെ ജീവിതശൈലിയിലുള്ള മാറ്റങ്ങൾ വരുത്തിയിരിക്കണം. അത് കഴിഞ്ഞ് അഥവാ ജീവിതശൈലി അതിൽ മാറുന്നില്ല, ഒരു കൺട്രോൾ ലെവലിൽ എത്തുന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മളതിനെ മരുന്നുകളിലൂടെ അതിനെ കൺട്രോൾ ചെയ്തെടുക്കണം. സൂചിപ്പിച്ചതുപോലെ ഇതുപോലൊരു ക്രിട്ടിക്കൽ കണ്ടീഷനിൽ ആശുപത്രിയിൽ എത്തുന്നതിന് മുൻപ് തന്നെ നമുക്ക് പ്രിവെൻറ്റ് ചെയ്യാവുന്നതാണ് ഭൂരിഭാഗം ഹൃദ്രോഗങ്ങളും. ഡോക്ടർ, അപ്പോൾ നമ്മളിപ്പോൾ ഒബേസിറ്റി അല്ലെങ്കിൽ അമിതവണ്ണം ഉള്ളവരെ കുറിച്ചാണ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നതെങ്കിൽ അത്തരം ആളുകൾ അവരുടെ ദൈനംദിന ജീവിതത്തിൻ്റെ ഭാഗമായി അതൊരു നോർമലാണ് എന്ന് കരുതി തെറ്റിദ്ധരിച്ച് ജീവിക്കുന്ന ഒരുപാട് കാര്യങ്ങൾ. ഇപ്പോൾ അവർക്ക് നടക്കുമ്പോൾ കിതയ്ക്കുന്നുണ്ടാവും, കുറച്ചധികം നേരം സംസാരിക്കുമ്പോൾ അവർ കിതച്ചുകൊണ്ടായിരിക്കും സംസാരിക്കുക. ഇതുപോലെയുള്ള ലക്ഷണങ്ങളൊക്കെ പലപ്പോഴും അവർ അവഗണിക്കുന്നതാണ്, അവരുടെ ജീവിതത്തിൻ്റെ ഒരു ഭാഗമായി കൂടെ കൂട്ടുന്നതാണ്. ഡോക്ടറെ, ഇത്തരത്തിൽ ഹൃദയം സുരക്ഷിതമല്ല എന്ന് ശരീരം കാണിച്ചു തരുന്ന ലക്ഷണങ്ങൾ എന്തെല്ലാമാണ്? നടക്കുമ്പോഴോ ജോലി ചെയ്യുമ്പോഴോ സ്റ്റെപ്പ് കയറുമ്പോഴോ ഉണ്ടാകുന്ന അമിതമായ കിതപ്പ്, അല്ലെങ്കിൽ അമിതമായ നെഞ്ചുവേദന, അല്ലെങ്കിൽ നെഞ്ചിനകത്തൊരു വെയിറ്റ് പോലെയോ അല്ലെങ്കിൽ ഒരു പുകച്ചിൽ പോലെയോ എരിച്ചിൽ പോലെയുള്ള തോന്നൽ, ഇതൊക്കെ തന്നെയാണ് ഹൃദ്രോഗത്തിൻ്റെ ഏറ്റവും പ്രാരംഭ ഘട്ടത്തിലുള്ള ലക്ഷണങ്ങൾ. അതുപോലെ തന്നെ മറ്റൊരു ലക്ഷണമാണ് നടക്കുമ്പോഴുള്ള അമിതമായ നെഞ്ചിടിപ്പ്. വെറുതെ ഇരിക്കുമ്പോഴും നെഞ്ചിടിപ്പ് വരാമെങ്കിലും നടക്കുമ്പോഴുള്ള അമിതമായ നെഞ്ചിടിപ്പാണ് ഹൃദ്രോഗത്തിൻ്റെ അല്ലെങ്കിൽ ഒരു ഹൃദയത്തിൻ്റെ ബ്ലോക്കിൻ്റെ ഒരു ലക്ഷണം. അതുപോലെ തന്നെ നടക്കുമ്പോഴുള്ള അമിതമായ ക്ഷീണം, അല്ലെങ്കിൽ ജോലി ചെയ്യുമ്പോഴുള്ള അമിതമായ ക്ഷീണം, അതുപോലെ തന്നെ കാലിലോ കയ്യിലോ ഒക്കെ നീര് വരുന്ന അവസ്ഥ, കണ്ണിന് ചുറ്റുമോ ഒക്കെ നീര് വരുന്ന അവസ്ഥ, അപ്പോൾ ഇതൊക്കെയാണ് ഒരു ഹാർട്ട് ഡിസീസ് ഉള്ളതിൻ്റെ പ്രാരംഭഘട്ടത്തിലുള്ള ലക്ഷണങ്ങൾ. വ്യക്തമാണ് ഡോക്ടർ. നമുക്ക് ഒരു ഇടവേളയ്ക്ക് സമയമായി വളരെ വേഗം തിരിച്ചെത്താം.
തുടരുന്നു. അമിതവണ്ണം എത്രത്തോളം അനാരോഗ്യകരമാണ്, പ്രധാനമായും ഹൃദയാരോഗ്യത്തെ എങ്ങനെ ബാധിക്കുന്നു എന്നാണ് ഇന്ന് നമ്മൾ സംസാരിക്കുന്നത്. നമുക്കൊപ്പം തിരുവനന്തപുരം SK ആശുപത്രിയിലെ സീനിയർ കൺസൾട്ടന്റ് ഇന്റർവെൻഷണൽ കാർഡിയോളജിസ്റ്റ് ഡോക്ടർ അർഷാദ് എം, തിരുവനന്തപുരം SUT ആശുപത്രിയിലെ സീനിയർ കൺസൾട്ടന്റും ഇന്റർവെൻഷണൽ കാർഡിയോളജിസ്റ്റുമായ ഡോക്ടർ GK പ്രവീൺ, തിരുവനന്തപുരം SP മെഡിഫോർട്ട് ആശുപത്രിയിലെ സീനിയർ കൺസൾട്ടന്റും ഇന്റർവെൻഷണൽ കാർഡിയോളജിസ്റ്റുമായ ഡോക്ടർ പ്രവീൺ GL എന്നിവർ നമുക്കൊപ്പം ചേരുന്നുണ്ട്. ഡോക്ടർ പ്രവീൺ, നമ്മൾ ഹൃദയാഘാതത്തെക്കുറിച്ച് സംസാരിക്കുകയായിരുന്നു. പലപ്പോഴും ഏറ്റവും അൺഫോർച്ചുനേറ്റ് ആയിട്ടുള്ള കാര്യം, ആളുകൾ അതിൻ്റെ ലക്ഷണങ്ങൾ തിരിച്ചറിയുന്നതിൽ പലപ്പോഴും കൺഫ്യൂസ്ഡ് ആയി പോകുന്നു എന്നാണ്. നമ്മൾക്ക് സിനിമയിൽ കണ്ടിട്ടുള്ള നെഞ്ചിൻ്റെ ഒത്ത നടുക്ക് ഒരു വേദന വരുന്നു, അതാണ് ഹൃദയാഘാതത്തിൻ്റെ ലക്ഷണമെന്ന് എല്ലാവർക്കും അറിയാം. പക്ഷേ അതിൽ നിന്നും വ്യത്യസ്തപ്പെട്ട് പല ആളുകളും, ഓരോ വ്യക്തികളെ സംബന്ധിച്ചിട്ടും ഓരോ തരത്തിലായിരിക്കും ലക്ഷണങ്ങൾ പ്രകടമാകുക. പലപ്പോഴും ഇത് തിരിച്ചറിയാൻ വൈകുന്നു, അല്ലെങ്കിൽ അത് ഗ്യാസാണ് അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ആണ് എന്ന് വിചാരിച്ച് സമയം കളയുന്നു. നമുക്കറിയാം, ചികിത്സയെ സംബന്ധിച്ചിടത്തോളം സമയം വളരെ വളരെ നിർണായകമാണ്. അപ്പോൾ ഈ സിംറ്റംസ്, ടിപ്പിക്കൽ സിംറ്റംസും അടിപ്പിക്കൽ സിംറ്റംസും ഒന്ന് വിശദമാക്കാമോ? പല രോഗികളും നമ്മൾ ഹൃദയാഘാതം അല്ലെങ്കിൽ ഹാർട്ട് അറ്റാക്ക് എന്ന് പറയുന്നത് നെഞ്ചിൽ വരുന്ന വേദന, പ്രത്യേകിച്ച് നടുക്കോ ഇടതുവശത്ത് വരുന്ന വേദനയായിട്ടാണ് കണക്കാക്കുന്നത്. പക്ഷേ ഇത് മാത്രമല്ല ഹൃദയാഘാതത്തിൻ്റെ ലക്ഷണങ്ങൾ. നമുക്ക് ഈ പറഞ്ഞ പോലെ നെഞ്ചിൽ നടുഭാഗത്ത് നെഞ്ചുവേദന വരാം, ഒരു നെഞ്ചിലെന്തോ അമുക്കുന്ന പോലെയോ അല്ലെങ്കിൽ ഒരു വെയിറ്റ് ഇരിക്കുന്ന പോലെയോ നീറുന്ന പോലെയോ എരിയുന്ന പോലെയോ എല്ലാം തോന്നാം. ഇത് നെഞ്ചിൽ തന്നെ ആവണമെന്നില്ല, നമുക്ക് താടി മുതൽ പൊക്കിൾ വരെ ഏത് ഭാഗത്തും ഒരു അസ്വസ്ഥത തോന്നിയാൽ അത് ഹൃദയാഘാതത്തിനുള്ള കാരണമാവാം. അപ്പോൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, ഒരു ഹൃദയാഘാതത്തിന് സാധ്യതയുള്ള അല്ലെങ്കിൽ റിസ്ക് ഹൈ അല്ലെങ്കിൽ ഇൻ്റർമീഡിയറ്റ് ആയിട്ടുള്ള ഒരു പേഷ്യൻ്റ് ആണെങ്കിൽ, ഇതുപോലെയുള്ള ലക്ഷണങ്ങൾ വരികയാണെങ്കിൽ തീർച്ചയായും അധികം സമയം കളയാതെ ഉടനെ തന്നെ ഹോസ്പിറ്റലിൽ പോയി അതിന് വേണ്ടിയുള്ള ടെസ്റ്റുകളും മറ്റു കാര്യങ്ങളും ചെയ്യേണ്ടതാണ്. പിന്നെ ഈ വേദന കൂടാതെ തന്നെ പ്രത്യേകിച്ച് ഡയബറ്റീസും അമിതവണ്ണവും BP ഉള്ള രോഗികളിൽ വേദന വരണമെന്നില്ല. ചിലപ്പോൾ അവർക്ക് ഒരു ക്ഷീണമോ തളർച്ചയോ തലകറക്കമോ അമിതമായ വിയർപ്പോ ഛർദിൽ അല്ലെങ്കിൽ വയറിൽ ഗ്യാസ് കയറിയിരിക്കുന്ന പോലെ ഇതുപോലത്തെ ലക്ഷണങ്ങളാവാം അവരിൽ ഉണ്ടാവുന്നത്. അപ്പോൾ നമ്മൾ ഏറ്റവും അധികം ശ്രദ്ധിക്കേണ്ട, രോഗിയോ അല്ലെങ്കിൽ വീട്ടുകാരോ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ, ഒരു ഹാർട്ട് ഡിസീസ് വരാൻ സാധ്യത കൂടുതലുള്ള രോഗികൾ, പ്രത്യേകിച്ച് ഈ പറഞ്ഞ പ്രമേഹം, രക്തസമ്മർദ്ദം, അമിതവണ്ണം അല്ലെങ്കിൽ ഫിസിക്കൽ ആക്ടിവിറ്റി ഇല്ലാത്തത്, ഈ കാറ്റഗറിയിൽ വരുന്ന അല്ലെങ്കിൽ ഫാമിലി ഹിസ്റ്ററി ഉള്ള രോഗികൾ, ഇവരെല്ലാം എന്തെങ്കിലും ലക്ഷണം തോന്നിയാൽ ഉടനെ തന്നെ ഹോസ്പിറ്റലിൽ പോയി ECGയും മറ്റ് അനുബന്ധ ടെസ്റ്റുകളും ചെയ്ത് അത് ഹൃദയാഘാതമല്ല എന്ന് ഉറപ്പുവരുത്തേണ്ടതാണ്. വ്യക്തമാണ് ഡോക്ടർ. നമുക്ക് പൊതുവെ കേൾക്കുന്ന ഒരു 3 പദങ്ങളാണ്: ഹാർട്ട് അറ്റാക്ക്, കാർഡിയാക് അറസ്റ്റ്, കാർഡിയാക് ഫെയിലിയർ. ഡോക്ടറെ, ഈ മൂന്നും ഏത് തരത്തിലാണ് വ്യത്യാസപ്പെട്ടിരിക്കുന്നത്? എങ്ങനെയാണ് അതൊന്ന് വിശദമാക്കാം? അതായത് ഹാർട്ടിൻ്റെ മസിലിലേക്കുള്ള രക്തയോട്ടത്തിന് തടസ്സം വരുമ്പോഴാണ് ഹാർട്ട് അറ്റാക്ക് എന്ന് പറയുന്നത്. അപ്പോൾ അതിനകത്ത് മെയിൻ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്, നമ്മൾ എത്രയും പെട്ടെന്ന് ഈ ബ്ലഡ് ഫ്ലോ കട്ട് ഓഫ് ആകുമ്പോഴത്തേക്ക് സമയം കഴിയുന്തോറും ഈ മസിൽ ഡാമേജ്, ഹൃദയത്തിൻ്റെ പേശികളുടെ ഡാമേജ് കൂടി വരും. അപ്പോൾ ഈ ലക്ഷണങ്ങളുണ്ടായാൽ എത്രയും പെട്ടെന്ന് ഹോസ്പിറ്റലിൽ പോകാൻ പറയുന്നത് ഈ രോഗം നിർണ്ണയിച്ച് അതിനുള്ള ചികിത്സ തേടാൻ വേണ്ടിയാണ്. കാർഡിയാക് അറസ്റ്റ് എന്ന് പറഞ്ഞാൽ ഹൃദയസ്തംഭനം, അതായത് ഹാർട്ടിൻ്റെ പമ്പിങ് നിന്ന് പോവുക, ഹാർട്ട് നിന്ന് പോവുക. അത് 2 കാരണങ്ങൾ കൊണ്ട് വരാം. ഒന്ന്, ഹാർട്ടിൻ്റെ ബീറ്റ് വളരെ സ്ലോ ആയി നിന്ന് പോവാം, അല്ലെങ്കിൽ വളരെ ഫാസ്റ്റായി നെഞ്ചിടിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിലും ഇഫക്റ്റീവായിട്ടുള്ള പമ്പിങ് ഉണ്ടാവില്ല. അപ്പോൾ പേഷ്യൻ്റെ ബ്രെയിനിലേക്കുള്ള ബ്ലഡ് ഫ്ലോ നിന്നുപോയി രോഗിക്ക് ഉടനെ തന്നെ മരണം സംഭവിക്കും. അപ്പോൾ കാർഡിയാക് അറസ്റ്റ് എന്ന് പറഞ്ഞാൽ ഹൃദയസ്തംഭനം. ഇത് എമർജൻസി ആയിട്ട് ഒരു 3 മിനിറ്റിനുള്ളിൽ ചികിത്സിച്ചില്ലെങ്കിൽ ആ രോഗി മരണപ്പെടും. മൂന്നാമത് ചോദിച്ചത് ഹാർട്ട് ഫെയിലിയർ, അതായത് ഹൃദയപരാജയം. അതിനൊരു കറക്റ്റ് ഒരു ടെർമിനോളജി മലയാളത്തിലില്ല. നമ്മുടെ ശരീരത്തിന് ആവശ്യമായ ബ്ലഡ് ഹൃദയത്തിന് പമ്പ് ചെയ്യാൻ സാധിക്കാതെ വരുന്നൊരു കണ്ടീഷനാണ് ഹാർട്ട് ഫെയിലിയർ എന്ന് പറയുന്നത്. ഇത് ഹാർട്ടിൻ്റെ പമ്പിങ് കുറഞ്ഞതുകൊണ്ടുണ്ടാവാം. ചില രോഗികളിൽ ഹാർട്ട് നമ്മളെ ബ്ലഡ് സ്വീകരിക്കാനായിട്ട് വികസിക്കാൻ സാധിക്കാതെയും ഈ ഹാർട്ട് ഫെയിലിയർ ഉണ്ടാവാം. ഇത് മൂന്നുമാണ്. ഇത് ഹൃദയാഘാതം എന്ന് പറഞ്ഞാൽ ഹാർട്ട് അറ്റാക്ക്, ഹൃദയസ്തംഭനം എന്ന് പറഞ്ഞാൽ കാർഡിയാക് അറസ്റ്റ്, ഹൃദയത്തിൻ്റെ പമ്പിങ് കുറയുന്നത് അല്ലെങ്കിൽ ഹൃദയത്തിൻ്റെ പരാജയം എന്ന് പറയുന്നത് ഹാർട്ട് ഫെയിലിയർ. വ്യക്തമാണ് ഡോക്ടർ. അമിതവണ്ണത്തിനെ കുറയ്ക്കാൻ അല്ലെങ്കിൽ ക്രമീകരിക്കാൻ നമുക്ക് ഓരോ വ്യക്തികൾക്കും എടുക്കാവുന്ന നിർദ്ദേശങ്ങൾ നൽകിക്കൊണ്ട് നമുക്ക് അവസാനിപ്പിക്കാം. ഡോക്ടർ അർഷാദ്,
അതിൽ പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ ഫുഡ് ഹാബിറ്റ്സ് ആണ് ഒന്നാമത്തത്. രണ്ടാമതായിട്ട് നമ്മളൊരു ദൈനംദിനമായിട്ട് ഒരു എക്സസൈസ് പ്രോട്ടോകോൾ ഫോളോ ചെയ്യണം. ഇത് വളരെ ചിലപ്പോൾ എക്സസൈസ് പ്രോട്ടോകോൾ എന്ന് ഞാൻ ഈസി ആയിട്ട് പറഞ്ഞാലും ഇത് കണ്ടിന്യൂസ് ആയിട്ട് ഒരു പ്രോസസ്സായിട്ട് കൊണ്ടുപോകുക എന്നുള്ളതാണ് പ്രധാനം. 3 മാസം എക്സസൈസ് ചെയ്തിട്ട് പലരും നിർത്തി കളയാറുണ്ട്. അപ്പോൾ ഇതിന് കുറച്ചുകൂടെ ഒരു സോഷ്യലായിട്ട് ഒരു ചെറിയ ചെറിയ ഗ്രൂപ്പുകളുള്ള ഒരു എക്സസൈസ് ഗ്രൂപ്പുകളാക്കി ഉണ്ടാക്കുകയാണെങ്കിൽ നമുക്ക് കുറച്ചുകൂടെ ഒരു എക്സസൈസ് കുറച്ചുകൂടെ നല്ലതായിട്ട് കൊണ്ടുപോകാൻ പറ്റും. ഇപ്പോൾ ഒരു സ്വിമ്മിങ് ഗ്രൂപ്പായിട്ടോ അല്ലെങ്കിൽ ഒരു സൈക്ലിംഗ് ഗ്രൂപ്പായിട്ടോ ഒരു ട്രക്കിംഗ് ഗ്രൂപ്പുകളിലോ പോകുകയാണെങ്കിൽ ഒരു ഫ്രണ്ട്സിൻ്റെ പ്രഷർ കാരണം അല്ലെങ്കിൽ ഒരു ഡാൻസ് ഗ്രൂപ്പ് അങ്ങനെയൊക്കെ ഉണ്ടാവുകയാണെങ്കിൽ നമ്മളൊരു അതിന് ഫ്രണ്ട്സിൻ്റെയൊക്കെ പ്രഷർ കാരണം നമുക്കൊരു സോഷ്യൽ വെൽബീയിങ്ങിനും കൂടി അത് ഉപകാരപ്പെടും. അത് കാരണം നമുക്കൊരു എക്സസൈസ് പാറ്റേൺ നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാവുന്നതാണ്. ഡയറ്റ് നമ്മളെല്ലാം അറിഞ്ഞിരിക്കണം, ഗുഡ് ഫുഡ് എന്താണെന്നും ബാഡ് ഫുഡ് എന്താണെന്നും. അതുകൂടാതെ നല്ല ഉറക്കം, പ്രവീൺ ജിയിൽ ഓൾറെഡി തന്നെ പറഞ്ഞു കഴിഞ്ഞു, നല്ല ഉറക്കം അത് വളരെ പ്രധാനപ്പെട്ടതാണ്. ആഹാരം കൂടുതൽ കഴിക്കാനുള്ള സാധ്യതയുണ്ട്. ഉറക്കം നല്ലതായിട്ടില്ല എന്നുണ്ടെങ്കിൽ സ്ട്രെസ്സ് പരമാവധി ഒഴിവാക്കുക. എക്സസൈസിൽ ഇടപെടുന്നതിലൂടെ നമ്മുടെ സ്ട്രെസ്സിന് ഡെഫിനറ്റ്ലി നമുക്ക് ഒഴിവാക്കാൻ പറ്റും. അപ്പോൾ ഇതൊക്കെയാണ് പ്രധാനപ്പെട്ട മാർഗ്ഗങ്ങൾ നമുക്ക് ഒബിസിറ്റിയിൽ നിന്ന് പുറത്തു ചാടുവാനായിട്ട്. വ്യക്തമാണ്. ഡോക്ടർ പ്രവീൺ, താങ്കൾക്ക് എന്തെങ്കിലും ആഡ് ചെയ്യാനുണ്ടോ? ഒബീസിറ്റി കൺട്രോൾ ചെയ്യാൻ വേണ്ടി നമ്മൾ ആദ്യമായിട്ട് ചെയ്യേണ്ടത് ഓരോ വ്യക്തിയും അവരുടെ എനർജി റിക്വയർമെൻറ്റ് എത്രയാണെന്ന് കണ്ടുപിടിക്കുക. അതായത് അവർക്ക് എത്ര കാലറി വേണം, അവരുടെ പ്രായത്തിനും അവരുടെ ജെൻഡറിനും അവർ ഡെയിലി ചെയ്യുന്ന ആക്ടിവിറ്റീസിന് എത്ര കാലറിയാണ് അവർക്ക് വേണ്ടതെന്ന് വ്യക്തമായിട്ട് മനസ്സിലാക്കുക. അതിന് അകത്ത് നിൽക്കുന്ന മാത്രം ഫുഡ് കഴിക്കുക. അതിൽ കൂടുതലായിട്ടുള്ള അളവിൽ ഫുഡ് കഴിക്കാതിരിക്കുക. അതുപോലെ തന്നെ നമ്മൾ കഴിക്കുന്ന ആഹാരത്തിനനുസരിച്ചുള്ള വ്യായാമം, നേരത്തെ പറഞ്ഞ പോലെ ഓരോ ദിവസവും 30 മിനിറ്റെങ്കിലും വ്യായാമം ചെയ്യുക. നമ്മൾ കഴിക്കുന്ന ആഹാരത്തിലുള്ള ഊർജ്ജം മുഴുവൻ നമ്മൾ ചിലവാക്കി എന്നുള്ളത് ഉറപ്പുവരുത്തുക. പഴങ്ങളും പച്ചക്കറികളും കൂടുതലായിട്ട് കഴിക്കുക. പ്രോസസ്ഡ് ഫുഡ്സ് കഴിയുന്നത് ഒഴിവാക്കുക. അതുപോലെ തന്നെ റെഡ് മീറ്റ് കഴിയുന്നത് ഒഴിവാക്കുക. അതുപോലെ തന്നെ ഷുഗറിൻ്റെയും കൊഴുപ്പിൻ്റെയും ഉപ്പിൻ്റെയും ഉപയോഗം കഴിയുന്നതും കുറയ്ക്കുക. അതുപോലെ തന്നെ പുകവലി, മദ്യപാനം എന്നിവ കഴിയുന്നതും ഒഴിവാക്കുക. വ്യക്തമാണ് ഡോക്ടർ. വളരെയധികം നന്ദി. വളരെ വിശദമായി നമ്മളോട് സംസാരിച്ചു. ചർച്ചയിൽ പങ്കെടുത്ത എല്ലാ ഡോക്ടർമാർക്കും നന്ദി. പ്രോഗ്രാം അവസാനിക്കുകയാണ്. ഇനി ഒരു ഇടവേളയാണ്. ഇടവേളയ്ക്ക് ശേഷം വാർത്തകൾ തുടരും. നമസ്കാരം.